തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന യുവ സംരംഭകരുടെ സ്റ്റാർട്ടപ്പിനോട് കേരള സർവകലാശാലയുടെ പ്രതികാര നടപടി. ഡ്രൈവിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന iTurn എന്ന വാട്സ്ആപ്പ് കമ്പനിക്കാണ് സർവകലാശാല വൈസ് ചാൻസലർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. VC-യുടെ നിർദ്ദേശം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല. കാര്യവട്ടം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് iTurn. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് പരിശീലനം, അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെയാണ് അവിടെ തന്നെ പഠിച്ച കുറച്ച് യുവ സംരംഭകർ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ ഏതായാലും വലിയ പ്രതിസന്ധിയാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഈ സംരംഭകർ അനുഭവിക്കുന്നത്. ഇപ്പോൾ എന്താണ് നിലവിൽ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്താണ്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഗ്രാൻഡ് കിട്ടി, നമുക്ക് ഓഫീസ് സ്പേസ് ഒക്കെ കിട്ടി, നല്ല സപ്പോർട്ടായിരുന്നു ഈ കേരള യൂണിവേഴ്സിറ്റി. പക്ഷേ പെട്ടെന്ന് ഈ ഡോക്ടർ മോഹനൻ കുന്നുമേൽ വൈസ് ചാൻസലറായി വന്നതിന് ശേഷം ഞങ്ങളടക്കം ബാക്കി സ്റ്റാർട്ടപ്പിനെല്ലാം പിന്നെ ഒരു പേടി സ്വപ്നം പോലെയായി. ഈ മാസം 2-ാം തീയതി നമുക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ വന്നു. ഒറ്റ ദിവസം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് തന്നെ ഫുൾ പ്രമിസൈസ് വെക്കേറ്റ് ചെയ്ത് നമ്മുടെ ഓപ്പറേഷൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പോകാൻ ഞങ്ങൾ പലരെയും സമീപിച്ചു സഹായത്തിനായിട്ട്. പക്ഷേ ആർക്കും സഹായിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് അവസാനം കോടതിയെ സമീപിച്ചത്. അപ്പോൾ കോടതി ഇപ്പോൾ സ്റ്റേ ഓർഡർ തന്നിട്ടുണ്ട്. ഈ കോടതി വിധി വന്നതിന് ശേഷം ഇപ്പോൾ എന്താണ് VC-യുടെ ഒരു നിലപാട് എന്താണ്? ഇതുവരെ നമുക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അവരോട് ചോദിക്കാൻ പറയുന്നത് അവിടുന്ന് വന്നിട്ടില്ല, യൂണിവേഴ്സിറ്റി വന്നിട്ടില്ല. അവിടുന്ന് വന്നാൽ മാത്രമേ അവർക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. എന്താ പ്രശ്നം? അത് ഇവിടെ പലത് ചെയ്തിരിക്കുക. ആര് ആര് ഇവർ പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് അല്ലെന്നാണോ? നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണെന്നൊക്കെ ഉള്ള വിശദീകരണങ്ങൾ നേരത്തെ വന്നിരുന്നു. ഞങ്ങൾ ഡിഫെയിം ചെയ്തുകൊണ്ട് ഒരു ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റാർട്ടപ്പിൻ്റെ പേരിൽ എന്തോ തട്ടിപ്പ് കാണിക്കുവാണ്, അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവർ പറയുന്ന കാരണവും. ഇപ്പോൾ NAAC-ന്റെ അക്രഡിഷൻ സമയത്ത് ഞങ്ങളെ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഞങ്ങളെ പ്രസൻറ്റും ചെയ്തവരാണ് ഈ യൂണിവേഴ്സിറ്റി. പ്രതികാര നടപടി VC-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? പ്യുവർ രാഷ്ട്രീയമായിരിക്കണം. നമുക്ക് ഈ പെർമിഷൻ തന്നത് അനിൽകുമാർ സാറാണ്, പഴയ രജിസ്ട്രാർ. അനിൽകുമാർ സാർ ഞങ്ങൾക്ക് പെർമിഷൻ തന്നതുകൊണ്ട് ആയിരിക്കാം ഞങ്ങളോടും ആ ഒരു ഗ്രഡ്ജ്. അവിടെ തന്നെ തുടരുകയാണോ അല്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തുകയാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്, പക്ഷേ നമ്മൾ അവിടെ തുടരാൻ തീരെ താല്പര്യമില്ല. ഞങ്ങൾ എന്തായാലും മാറാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരു പത്രത്തിൽ ന്യൂസ് ആർട്ടിക്കിൾ വന്നു. അതിനെതിരെ നമ്മൾ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലറുടെ നടപടിക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരും എന്നുള്ളത് തന്നെയാണ് യുവ സംരംഭകർ വ്യക്തമാക്കുന്നത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.